ഒടുവിൽ ഫിഫ തങ്ങളുടെ പുതുക്കിയ ഫിഫ റാങ്കിങ്ങും പുറത്തുവിട്ടിരിക്കുകയാണ്. നവംബർ 28 തീയതിയാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ ഫിഫ നടത്തിയിരിക്കുന്നത്. ഇത്തവണത്തെ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ഒരുപാട് മികച്ച മത്സരങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പല ടീമുകളുടെയും റാങ്കുകൾക്ക് വലിയ മാറ്റം തന്നെ സംഭവിച്ചിട്ടുണ്ട്. റാങ്കിങ്ങിൽ 15-ാം സ്ഥാനത്ത് 1652 പോയിന്റുമായി ഏഷ്യയിലെ വമ്പന്മാരായ ജപ്പാനാണുള്ളത്. ഒരു സ്ഥാനം പിന്നോട്ടിറങ്ങി 14-ാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ് നിലവിൽ മൊറോക്കോ. 13-ാം സ്ഥാനത്ത് നിലവിൽ 12-ാം സ്ഥാനത്തുണ്ടായിരുന്ന കൊറേഷ്യയാണ്. നിലവിൽ 12-ാം സ്ഥാനത്താണ് ലാറ്റിൻ അമേരിക്കൻ വമ്പന്മാരായ കൊളംബിയ. നിലവിൽ 10-ാം സ്ഥാനത്തായിരുന്നു അവർ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2 സ്ഥാനം പിന്നോട്ടിറങ്ങി. 3 സ്ഥാനം മെച്ചപ്പെടുത്തലുമായി 11-ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് ഉറുഗ്വയ്. ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി നിലവിൽ 10-ാം സ്ഥാനത്താണ് ജർമ്മനി. മാറ്റങ്ങളൊന്നുമില്ലാതെ 9-ാം സ്ഥാനത്ത് ഇറ്റലിയാണ്. നിലവിൽ 2 സ്ഥാനം പിന്നോട്ടിറങ്ങി 8-ാം സ്ഥാനത്തെത്തി നിൽക്കുകയാണ് ബെൽജിയം. 1747 പോയിന്റുമായി ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി 7-ാമതാണ് നെതർലാൻഡ്. 1756 പോയിന്റുമായി ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി 6-ാം സ്ഥാനത്താണ് നിലവിൽ പോർച്ചുഗൽ. 1775 പോയിന്റുകളുമായി മാറ്റങ്ങളൊന്നുമില്ലാതെ ബ്രസീൽ 5-ാം സ്ഥാനത്താണ്. 1813 പോയിന്റുമായി ഇംഗ്ലണ്ടാണ് ടേബിളിലെ 4-ാം സ്ഥാനക്കാർ. മാറ്റങ്ങളൊന്നുമില്ലാതെ 1853 പോയിന്റുമായി സ്പെയിൻ തന്നെയാണ് 3-ാം സ്ഥാനത്ത്. 1859 പോയിന്റുമായി നിലവിലെ ലോക റണ്ണേഴ്സപ്പുകളായ ഫ്രാൻസാണ് 2-ാം സ്ഥാനത്ത്. നിലവിൽ അർജന്റീന 1867 പോയിന്റുമായി 1-ാം സ്ഥാനത്താണ്. എന്നാൽ അർജന്റീനയുടെ മോശം ഫോമിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അർജന്റീനയ്ക്ക് ഒരുപാട് പോയിന്റുകളാണ് നഷ്ടമായത്. നിലവിൽ ഒരുപാട് കാലമായി ആധിപത്യത്തോടുകൂടി അർജന്റീന തന്നെ ഫിഫ റാങ്കിങ്ങിലെ 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് നൗ.